നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടം അതാണ്. ഞാൻ കർക്കിടക കുറിച്ചും വാസ്തുവിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രേത സംഭവങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന അത്രയും ആൾക്കാരൊന്നും മറ്റുള്ള വീഡിയോകൾ കാണുന്നില്ല. അപ്പം സുനിൽ സുന്ദരരാമൻ എന്നുള്ള ചാനലിൽ കയറിയാൽ പ്രേത കഥകൾ കാണണം, അതില്ലെങ്കിൽ കാണില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാ ചാനലിലും എല്ലാ വീഡിയോയും കാണണം കേട്ടോ നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കിടക്കാം, പ്രേത കഥകൾ. അപ്പോൾ പ്രേത കഥകൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ, ഡീറ്റെയിലൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തരും. പ്രേത കഥകളെന്ന് വെച്ചാൽ പ്രേത സംഭവങ്ങൾ. ഞാൻ ഇന്ത്യ മൊത്തവും ഞാൻ ഇതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പേടിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചമ്മിപ്പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് പറയുന്നത്, ഈ ആർക്കും ദോഷം വരുന്ന ചില സത്യങ്ങൾ നമ്മൾ തുറന്ന് പറയരുത് എന്ന് പലരും പറയും. ശരിയാണ്, നമ്മളൊരു സത്യമാണെങ്കിൽ പോലും തുറന്നു പറയുമ്പോൾ അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ബാധിക്കരുത്. അങ്ങനെയുള്ള സത്യങ്ങൾ നമ്മൾ മൂടി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ പറ്റുന്ന ചില കുഴപ്പങ്ങൾ, ചില കേസുകൾ തെളിയിച്ച് കഴിയുമ്പോൾ ആ കേസ് വിജയിക്കും, പക്ഷെ അതോടുകൂടി ആ വീട്ടിൽ അടികലശലുണ്ടാകും. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അതിന് പലരും ചെയ്യുന്ന പല വൃത്തികേടുകളും അത് മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് കുടുംബക്കാരുടെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വളരെ ക്ലീൻ ചിറ്റായിട്ട് നടക്കും. പക്ഷെ ഇങ്ങനെ ഒരു സാധനം, ഒരു പ്രേതം ഉള്ളിലേക്ക് കയറി ആ പ്രേതം ഉള്ളിലേക്ക് വന്നിട്ട് ഈ ശരീരത്തിൻ്റെ പ്രവൃത്തി ഇതാണെന്ന് വിളിച്ചു പറയുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് ഇവൻ ഇത്രയും വൃത്തികെട്ടവനാണ് അല്ലെങ്കിൽ ഇത്രയും മോശക്കാരനാണെന്ന് അറിയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, കുടുംബം വരെ കലങ്ങിപ്പോയിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരാൾ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് പോകുന്നു, ഡോക്ടറിൻ്റെ അടുത്ത് പോയി രക്ഷപ്പെടാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുന്നു, ഞങ്ങൾ പോയി അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നു. ഞാൻ കഴിവതും ഇതൊന്നും ശരീരത്ത് വരുത്താതെ, ഇതിനെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഒഴിവാക്കി കളയുന്നതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളും ഒന്ന് ഇതുകൂടിയാണ്. കാര്യം ഇതൊക്കെ വന്നിട്ട് ഉള്ള സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുമ്പോൾ ഈ പ്രേതം പിടിച്ച ശരീരം ഉണ്ടല്ലോ, ഇവൻ വളരെ മാന്യനായിട്ടാണ് ഇവൻ പറയുന്നത്. പക്ഷെ അവൻ്റെ കയ്യിരിപ്പെന്ന് വെച്ചാൽ വളരെ മോശം പിടിച്ചതായിരിക്കും. അവനല്ല പറഞ്ഞത്, അവൻ്റെ ശരീരത്തിൽ മറ്റൊരു ആത്മാവ് വന്നിട്ട് പറയുമ്പോൾ അത് ഇതൊക്കെ അങ്ങ് തുറന്ന് പറയും. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയും മറ്റു ബന്ധുക്കളുമാണ്. പിന്നെ ഇപ്പം അടികലശലിൻ്റെ അവിടെ വേറെ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളറിയാതെ നമ്മളും കൂടി പങ്കാളിയായി പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതും അങ്ങനെ ഉണ്ടായിപ്പോയൊരു സംഭവമാണ്. ഞാനിത് പരിഹരിക്കാൻ പോയതാണ്. ഇതിൽ പ്രേതം പിടിച്ച ഒരു പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞത് ഒരു പലിശക്കാരനാണ്. പലിശക്കാരൻ വെച്ചാൽ 60 പലിശക്കാരൻ. അതായത് ഒരു രൂപ ആവശ്യമില്ലാതെ കളയില്ല. ഒരാൾക്ക് 1 രൂപ കൊടുത്താൽ എത്ര ക്രൂരത കാണിച്ചിട്ടാണെങ്കിലും അവൻ ആ പൈസ തിരിച്ച് മുതലാക്കും. അത് മുതലാക്കുന്ന രീതി, അതാണ് വളരെ കഷ്ടമെന്ന് പറയുന്നത്. അവരുടെ മാക്സിമം അവരെ ഊറ്റാവുന്നതിൻ്റെ പരമാവധി ഊറ്റും. ഇയാളുടെ ഈ ദുഷ്പ്രവൃത്തികൾ കാരണം ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ കടം മുറ്റി നിവൃത്തിയില്ലാതെ ഇയാൾ തട്ടിപ്പറിച്ചെടുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. അത്ര ദുഷ്ടനാണ്. വസ്തുവകകളൊക്കെ പൈസ കൊടുത്തിട്ട് അതെല്ലാം അയാളുടെ പേരിന് ആധാരം ചെയ്ത് വാങ്ങിച്ചിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം അത് നല്ല രീതിക്ക് തിരിച്ചു കൊടുക്കാറില്ല. പറ്റുന്നിടത്തോളം അദ്ദേഹം അത് തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുവകകളും കാര്യങ്ങളും ആഭരണങ്ങളും പൈസയും ഒക്കെ ഇയാൾ പലരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, അത്യാവശ്യത്തിന് ആര് വന്ന് ചോദിച്ചാലും എന്തെങ്കിലും ഈട് കൊടുക്കാനുണ്ടെങ്കിൽ എത്ര രൂപയായാലും അയാൾ കൊടുക്കും. പക്ഷേ ഈ കൊടുത്ത മിക്ക ആൾക്കാർക്കും ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ, കാശ് കൊണ്ടുവന്നാൽ പോലും ഇയാൾ പിന്നെ ഒരുപാട് സാമ്പത്തികങ്ങൾ കൂടുതൽ ആവശ്യപ്പെടും. എന്താണെന്ന് അറിയില്ല. അത് അങ്ങേരുടെ ഒരു ഇതാണ്. അങ്ങേരിൽ നിന്നും അങ്ങേർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഈട് തിരിച്ചെടുത്തിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, ജീവനെ വരെ കളയാൻ തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് പോലും അയാളുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇയാളിങ്ങനെ ഇതേ ദുഷ്പ്രവൃത്തികൾ, അറുത്തകൈക്ക് ഉപ്പ് തേക്കില്ല എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നക്കിത്തനം എന്ന് പറയുന്നത്, നക്കിത്തനം വെച്ചാൽ പിശുക്കന്മാർ,
നമ്മുടെ നാട്ടിലൊക്കെ നക്കി തന്നെ ഒന്നും പറയും. പിശുക്കന്മാർ ഒരുപാട് പേര് ഇയാൾ അങ്ങനത്തെ ഒരു പിശുക്കനാണ്. പണം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10 രൂപ, ഉദാഹരണം 10 രൂപ കൊടുത്താൽ അതിനെ 100 രൂപയായിട്ട് അവരിൽ നിന്നും ഇയാൾ ഈടാക്കും. അപ്പം 100 രൂപ പൈസയായിട്ട് കൊടുക്കാനില്ലാത്തവർക്ക് വസ്തുവകകളുണ്ടോ എന്ന് നോക്കും. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രീതിയിൽ പൈസ വസൂലാക്കാൻ പറ്റും എന്നുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പണവും കൊണ്ടേ പോവുള്ളൂ, സംശയമൊന്നും വേണ്ട. അങ്ങനെയാണ്. ഇങ്ങനെ ഒരുപാട് പിശുക്കന്മാരെ എനിക്ക് അറിയാം. അങ്ങനത്തെ ഒരു പണത്തിനോട് അർത്ഥമുള്ളൊരു പണപ്പിശാചാണ്. ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടല്ല ഒരു പിശുക്കനെ കുറിച്ച്. എൻ്റെ കൂട്ടത്തിലൊരു ആളുണ്ടായിരുന്നു. അയാളെ പോലെ പിശുക്കനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്ര വലിയ പിശുക്കനാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങേരെ കുറിച്ച്. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ രസമാണ്. ഒരു കാര്യം പറയാം, അയാളുടെ മരണം, അയാൾ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനാകുന്നു. കാര്യം എന്താണ്? പണം വീട്ടിൽ കൊടുക്കില്ല, ഒരു ചെലവിന് കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു. അവസാനം കയ്യിരിക്കുന്ന പണം എടുത്ത് ആഹാരം കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ബാങ്കിലൊക്കെ ലക്ഷങ്ങളുണ്ട്. വന്നപ്പോൾ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്തു. പോട്ടെ, ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യയായിട്ട്. അതിനുശേഷം ആ പൈസ ബന്ധുക്കളെടുത്ത് അവർ അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷെ ഇയാൾ ഈ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴും തൊട്ട് താഴെ ഒരു കടയിൽ പോയിട്ട്, ഒരു കയറ് വിൽക്കുന്ന കടയാണ്, കടയിൽ പോയിട്ട് ഒരു പിടി കയറ് വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ ഒരു വാഴ മറിഞ്ഞാറായി നിൽക്കുന്നത്, അതിനെ പിടിച്ച് കെട്ടാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പിടി കയറ് വാങ്ങിച്ചു. കട്ടിയുള്ളൊരു കയറ് വാങ്ങിച്ചിട്ട് 8500 അപ്പോഴും പോക്കറ്റ് ഇരിക്കുകയാണ്, ശമ്പളം കിട്ടിയ പൈസ. അതിനടുത്ത് പറഞ്ഞു, എൻ്റെ ഇപ്പം പൈസ ഇല്ല, ഈ പൈസ നാളെ മകൻ വരുമ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചത് അവൻ തരും എന്ന് പറഞ്ഞു. തൂങ്ങിച്ചാവാനുള്ള കയറാണ്, കടം വാങ്ങിച്ചു കൊണ്ടുപോയി വേഷമായിട്ട് ചത്തു. അപ്പോഴെന്നെ തീർന്നു. അപ്പം ഇങ്ങനെയുള്ള പിശുക്കന്മാരെ നേരിട്ട് എനിക്കറിയാം. ഇതതുപോലെ ആണ്. ഇത് പണം കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കും. അവരിൽ നിന്നും ഇത് ഈടാക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കും, അയാളത് ഈടാക്കിയിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, സ്വഭാവം ഇതാണ്. ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു നിലവിളിയും ബഹളവും. എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇയാൾ വീടിൻ്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് ഓടുന്നു. അതായത് ഉടുത്തിരിക്കുന്ന മുണ്ടെല്ലാം വലിച്ചുരിഞ്ഞ് തോളിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. ഓടി വീട്ടുകാരെല്ലാം കൂടെ വിളിച്ചു. മകനൊക്കെ ഉണ്ടായിരുന്നു. ഓടി തൊട്ടടുത്തുള്ള മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ പുറകെ ഓടി. ഇയാൾ അസ്ത്രം വിട്ടണക്ക് പോയി നേരെ ഒരു കുളത്തിനകത്ത് എടുത്ത് ചാടി. വലിയൊരു കുളമാണ്, ഒരു നിലയില്ലാത്ത കുളം എന്ന് പറയാം. ഒരു പരിചയമില്ലാത്തവർക്കൊന്നും അവിടെ ചാടാൻ പറ്റത്തില്ല. പക്ഷേ ഇയാൾ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്ന മനുഷ്യനൊന്നുമല്ല. പക്ഷേ ഇയാളെടുത്ത് ചാടി. ഈ കൂടെ വന്നവരെല്ലാം കൂടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചാടി ഇയാളെ പൊക്കി മോളിൽ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഇയാളെ കിടന്ന് വിറയ്ക്കുന്നു, എന്തൊക്കെ പിച്ചും പേയും പറയുന്നുണ്ട്. ഇയാളെ തുണിയെ കുടിപ്പിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇങ്ങേരുടെ മാനസിക നില തെറ്റിയതിൻ്റെ, അല്ലെങ്കിൽ പ്രേതം പിടിച്ചതിൻ്റെ ആദ്യ ലക്ഷണം അതായിരുന്നു. പിന്നീട് ഇങ്ങനെ കാണിക്കുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും പൈസയുടെ ആവശ്യമായിട്ട് വരും, വിളിച്ചടുത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് തടവി ഒക്കെ കൊടുത്തിട്ട് രേഖകളൊന്നും വാങ്ങിക്കില്ല, ഈടൊന്നും വാങ്ങിക്കില്ല, പൈസ കൊടുത്തിട്ട് പറഞ്ഞ് നീ കൊണ്ടുപോയിക്കോ, നീ എനിക്ക് തിരിച്ചൊന്നും തരണ്ട, പലിശ പോലും തരണ്ട എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കുറേ പേരെടുത്തായപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരു അപ്രാണം. കാരണം വെച്ചാൽ അയാൾ എങ്ങനെ ഉണ്ടാക്കിയാലും അവരൊക്കെ അനുഭവിക്കേണ്ട പൈസ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലായിരുന്നു ഇദ്ദേഹത്തിന് വീട്. ആ റോഡിൽ കൂടെ പോകുന്ന ഇദ്ദേഹം ഈട് വാങ്ങിച്ചിട്ടുള്ളവരാരെങ്കിലും പോകണേ അവരെ വിളിച്ചിട്ട് ഇതെടുത്ത് കൊടുക്കും, നീ കൊണ്ടുപോയിക്കോ, ഇനി നീ എനിക്കൊന്നും തരണ്ട. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയി. അതായത് ഇയാൾ സമ്പാദിച്ച് വെച്ചിരുന്ന പൈസ ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യമൊന്നും വീട്ടുകാർ കണക്കാക്കിയില്ല. പിന്നീടായപ്പോൾ വീട്ടുകാർക്ക് അതൊരു വിഷമമായിട്ട് വന്നു, ഒരു ബുദ്ധിമുട്ടായി. കാര്യം വെച്ചാൽ എന്തായാലും ആരെന്ന് തട്ടിച്ചാലും വെട്ടിച്ചാലും വാങ്ങിച്ച പൈസയില്ലേ, അവരും അവരുടെ ഭാര്യയും മക്കളും അനുഭവിക്കേണ്ട പൈസയല്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ അനുഭവിക്കേണ്ട. ഇതൊക്കെ ഇങ്ങനെ വെറുതെ വാരി കൊടുത്താലോ ആരെങ്കിലും. ഇപ്പോൾ ഇയാളിങ്ങനെ വന്നു, ആരെങ്കിലും വന്ന് ചോദിച്ചു, വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞപ്പം ആവശ്യക്കാർ കൂടി. അങ്ങനെ വന്നപ്പോൾ വീട്ടുകാർ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് ആർക്കും പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇയാളെ നിർബന്ധപൂർവ്വം എന്നാലും വീട്ടുകാരെ കാണാത്ത വിധത്തിലൊക്കെ കൊടുക്കും. ഇയാളെ പിന്നെ ഒരു നോർമൽ അല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം
അവർക്ക് അതിൽ സംശയമൊന്നും തോന്നുന്നില്ല. അപ്പം പ്രേതബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അട്ടഹസിക്കും, ചിരിക്കും, ആൾക്കാർ ഉപദ്രവിക്കും, അങ്ങനെയുള്ള കുറേ രീതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയല്ല കാണിക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. ഇങ്ങനെ നോർമൽ അല്ലാതെ പെരുമാറുന്നു. ഇവർ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2-3 പ്രാവശ്യം പോയി. പിന്നെ രാത്രി ഉറക്കമില്ല, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരിക്കും. അപ്പോൾ ഡോക്ടർ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു. ആ സമയത്തിന് കുറച്ച് നേരം ഉറങ്ങും, വീണ്ടും എണീറ്റിരിക്കും. അങ്ങനെ വന്നു. വീണ്ടും ഡോക്ടർ പറഞ്ഞു ഇത് അസുഖമൊന്നുമല്ല, മറ്റെന്തെങ്കിലും കാര്യം ആയിരിക്കാം, നിങ്ങൾ നോക്കൂ, എന്തായാലും മരുന്ന് മുടക്കണ്ടെന്ന് വെച്ചാൽ ഡോക്ടർ വീണ്ടും മരുന്ന് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇവർ തൊട്ടടുത്ത് ജ്യോതിഷിയുടെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജ്യോതിഷി നോക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിലേക്കൊരു പ്രേതബാധ കയറിയിരിക്കുന്നു. അപ്പോൾ ആർക്കും അതങ്ങോട്ട് വിശ്വാസമായില്ല. ഒരു പ്രേതം കയറി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ഉപദ്രവിക്കുക, അലറി വിളിക്കുക, കണ്ണുരുട്ടി കാണിക്കുക, അത് പേടി, ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ പേടിപ്പിക്കുമല്ലോ. അതാണല്ലോ പ്രേതബാധ എന്നല്ലേ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ അല്ല. ഇത് കയ്യിരിക്കുന്ന പണം മറ്റുള്ളവർക്ക് വിളിച്ചു കൊടുക്കുക, അവരെ കെട്ടിപ്പിടിക്കുക, അവരെ ഉമ്മം വയ്ക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അവർ കൂടെ കരയുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജ്യോത്സ്യർ പറഞ്ഞു ഇത് നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട, ഇത് പ്രേതം തന്നെ. ഇത് വന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് മനസ്സിലായത് പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് കംപ്ലീറ്റ് തീർത്തിട്ടേ ഈ പ്രേതം പോവുള്ളൂ. അതുകൊണ്ട് ആരെയെങ്കിലും നല്ലൊരാളിനെ കണ്ട് ഇത് ഒഴിപ്പിക്കാനുള്ള വഴി നിങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകുക. അത് പറഞ്ഞു കേട്ടപ്പോൾ വീട്ടുകാർക്ക് സംശയം തോന്നി. ശരിയാണ്, ഇദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞ സമ്പത്തൊക്കെ വെറുതെ പലർക്കും വാരി കൊടുക്കുന്നത്, കണ്ണ് തെറ്റിയേ കൊടുക്കും. അതുകൊണ്ട് വീട്ടുകാരെപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഈ കേസ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത്, ഞാനിത് പരിഹരിക്കാൻ വേണ്ടി അവിടെ എത്തി. ജ്യോത്സ്യരുടെ കുറിപ്പൊക്കെ എനിക്ക് അവർ തന്നു. കുറിപ്പൊക്കെ നോക്കുമ്പം അദ്ദേഹം ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. ഞാനും കൂടെ നോക്കി അത് ഒന്നുകൂടി ഉറപ്പിച്ചു. അതിനുശേഷം കാര്യം പറഞ്ഞിങ്ങനെ, അപ്പോൾ ബാധ, ഒരു നെഗറ്റീവ് ഇദ്ദേഹത്തിലുണ്ട്, ഒരു പ്രേതബാധ, ഒരു പ്രേതം ഇദ്ദേഹത്തിൽ കയറിയിരിക്കുന്നത്. അപ്പം പിന്നെ വേറെ ഒന്ന് ചിന്തിക്കുക, അതിനെ ഒഴിവാക്കണമല്ലോ. അപ്പോൾ അതാണല്ലോ നമ്മൾ ഏറ്റവും ക്ലൈമാക്സ് എന്ന് പറയുന്നത്. നേരെ നമ്മൾ അവിടെ എത്തുന്നു, പൂജാതി കർമ്മങ്ങൾക്കെല്ലാം ഒരുക്കുന്നു. അപ്പോഴെല്ലാം ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു വിഷയം പോലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, അവർക്കുണ്ടായ ദുഃഖം, ആ ദുഃഖം എങ്ങനെ ഉണ്ടായി, അതവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ, സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ, പിന്നെ അങ്ങനെയുള്ളവരെ നമുക്കൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ. അതായത് ഞാൻ ഈ പൂജയ്ക്ക് വന്നു, ഈ പൂജയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പറയുന്നത്. അദ്ദേഹത്തിന് ഊണിലും ഉറക്കത്തിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കണം. ഈ കയ്യിരിക്കുന്ന ലക്ഷങ്ങളോ കോടികളോ അതൊക്കെ പലർക്കും വാരി കൊടുക്കണം. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. പൂജ തുടങ്ങി. ഇപ്പം ഇതിൻ്റെ ശരീരത്ത് വരുത്തണോ ഒഴിവാക്കണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു സംഭാഷണം അവിടെ നടന്നില്ല. എൻ്റെ ഇഷ്ടം പോലെ എന്താണ് ചെയ്ത് മാറി കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചിരുത്തിയിട്ട് എനിക്കും ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വരുത്താൻ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും അതിനെ നമ്മൾ പാവയിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കാം, ഇത് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. അങ്ങനെ പൂജ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ മുന്നിലിരുത്തി ഈ പാവയിലേക്ക് ഞങ്ങളിങ്ങനെ ആവാഹിക്കണം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ശരീരത്തൊന്നും വരാതെ തന്നെ ഇത് പാവയിലേക്ക് വരും. ഞങ്ങൾ ഇതിനെ കെട്ടിപ്പഞ്ഞ് തോളിൽ കൊണ്ട് ഞങ്ങളങ്ങ് പോവും, അത്രയേ ഉള്ളൂ. മാറും, എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ പാവയിലേക്ക് ആവാഹിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഈ പണ്ടാൻ്റെ ശരീരത്ത് വന്നിട്ട് ഇതങ്ങ് ആദ്യം അലറി വിളിച്ചു, നെഞ്ചിലൊക്കെ പിടിച്ചു. ഇപ്പം മരിച്ചു പോകും, ചത്തുപോകും എന്നുള്ള വിധത്തിൽ നെഞ്ചിൽ പിടിക്കുന്നു, അലറി വിളിക്കുന്നു, വേണ്ട ബഹളം കാണിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആരോടും ദേഷ്യപ്പെടുന്നില്ല, എന്നോട് പോലും ദേഷ്യപ്പെടുന്നില്ല. അതിനെന്തോ വലിയ വേദന, ശരീരം മൊത്തം വേദനിക്കുന്നു, കാണിക്കുന്നു. അപ്പോൾ ഞാൻ മന്ത്രത്തിൽ എനിക്ക് പിന്മാറാൻ പറ്റില്ല, ചെയ്തു, വെള്ളമൊക്കെ തളിച്ചു, ഒരുവിധം ശാന്തമായതിനു ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിലേക്ക് ഒരു ആത്മാവ് കയറി, താങ്കളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടിനെ രണ്ടായി ബാഹിച്ച് മാറ്റണം, അതിനുള്ള ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ അത് പറഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നെ ഒഴിവാക്കാനല്ലേ താങ്കൾ ശ്രമിക്കുന്നത്, ഞാൻ ഒഴിവായി തരാം, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്. വളരെ ശാന്തതയാണ്, ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്, ഒഴിവായി തരാമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു ആവശ്യം പറഞ്ഞു. അപ്പോൾ ഈ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയോടും ചോദിക്കില്ല അവസാന ആഗ്രഹം എന്താണ്. ഞാൻ പറഞ്ഞു ശരിയായിക്കോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ പോയിക്കൊള്ളാം. ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകും അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും,
ഞാൻ വിളിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് വന്നോളൂ, എന്നോടൊപ്പം നിൽക്കാം, ഞാൻ തരുന്ന പൂജയും നിവേദ്യമൊക്കെ സ്വീകരിച്ച് താങ്കൾക്ക് അവിടെ നിൽക്കാം, താങ്കൾക്ക് വേണ്ടുന്ന മോക്ഷപ്രാപ്തിയൊക്കെ ഞാൻ തന്നോളാം, ആയിക്കോട്ടെ എന്നുള്ള രീതി സന്തോഷമായിട്ട് അതും സമ്മതിച്ചു. പക്ഷെ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞ അന്നത്ത് സംസാരിച്ചു. അപ്പം മറ്റുള്ള ബന്ധുക്കളെല്ലാവരും കൂട്ടുകാരന്മാരെ പോലെ അടുത്ത് വന്നിരുന്നു. കാര്യം പ്രായതം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാവരും വന്ന് വളഞ്ഞിരുന്നു. അതായത് ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ എന്നെ തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്തിയാൽ എൻ്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിക്കാൻ, രൂപമെന്നോ സ്വഭാവം എന്ന് പറഞ്ഞ് അത് കാണിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എന്നെ അത് മുഴുവനാക്കാൻ, അതായത് പൂർണ്ണമായും സംസാരിച്ച് പൂർത്തിയാക്കാൻ സമ്മതിക്കണം. പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് ഏകദേശം പൂർണ്ണത മനസ്സിലായില്ലെങ്കിലും എന്തോ പണി വരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിത് കുറെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവരോട്, വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ സമ്മതമാണോ വേണ്ട, അദ്ദേഹത്തെ സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ സമ്മതമാണ് വേണ്ടത്. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്, അത് പൂർണ്ണമായും പറഞ്ഞ് തീരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടുത്ത വഴി നമുക്ക് നോക്കാം. ഈ പ്രായത്തിൽ മിണ്ടുന്നേ ഇല്ല, അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇവർ പറഞ്ഞു, അന്നെന്ത് സംസാരിക്കട്ടെ, നമുക്ക് അതിനകത്തൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ അതിന് ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു, അതിന് ചിലപ്പോൾ മോക്ഷപ്രാപ്തിക്കായിരിക്കാം, അതിനായിരിക്കും, ഇതിനായിരിക്കാം, മറ്റല്ലെങ്കിൽ അങ്ങയുടെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയാനായിരിക്കാം, മരിച്ചുപോയ ആളല്ലേ എന്നൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു മുതിർന്ന ആളുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ ആരാണ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിത് ആയിക്കോട്ടെ, സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലറിയാം ഇതെന്തോ ഒരു പണിയാണത്. ഇത് സംസാരിച്ചു തുടങ്ങി. അപ്പം സംഭവം ഇനി വലിച്ചു നീട്ടുന്നില്ല, സ്ഥിരം ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഇദ്ദേഹം, അതായത് ഈ ആത്മാവ് അത് ജീവിച്ചിരുന്ന സമയത്തിന് ഈ ഇരിക്കുന്ന ആളിൽ നിന്നും, ഈ പലിശക്കാരനിൽ നിന്നും അയാളുടെ വീടും സ്ഥലവും പണയപ്പെടുത്തി പൈസ വാങ്ങിച്ചിരുന്നു. പൈസ വാങ്ങിച്ചത് കുട്ടിയുടെ കല്യാണമോ എന്തോ ആവശ്യത്തിനാണ്. ഇച്ചിരി നല്ല എമൗണ്ട് വാങ്ങിച്ചു. അതിനൊക്കെ ശേഷം അയാൾ ഈ ചെറിയ കൂലിപ്പണി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അയാൾ ജോലി ചെയ്ത്, അയാൾ പറഞ്ഞ പ്രേതം പറഞ്ഞ, ഞങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും, ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ, ഞാനും എൻ്റെ ഭാര്യ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ കൃത്യമായി പലിശ കൊടുത്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം കൃത്യമായി വീട്ടിൽ വന്ന് പലിശ വാങ്ങിക്കും. രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ പലിശ പണം എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പോകും. വൈകിട്ട് വരുന്ന ചോദിക്കുമ്പോൾ അദ്ദേഹം വന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് കൃത്യമായി ഞാൻ പലിശ കൊടുത്തുകൊണ്ടിരുന്നു. നല്ലൊരു തുകയുണ്ടായിരുന്നു ഒരു മാസം. പിന്നെ അവരുടെ ചിലവ്, അതുപോലെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ ആ കുട്ടിക്ക് അവിടെ വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല, അതും ഒരു വിഷമമായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പം ആ കുട്ടിയുടെ ആവശ്യമുള്ള പൈസയൊക്കെ ഇദ്ദേഹമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം നല്ല രീതിയിലുള്ള ഒരു ബാധ്യത ഇദ്ദേഹത്തിനുണ്ട്. ഇത് മാത്രമല്ല, വേറെയും എന്തൊക്കെ ചെറിയ ആ സഹോദരങ്ങളിൽ നിന്നൊക്കെ എന്തോ പൈസ ഒക്കെ കടം വാങ്ങിച്ചിട്ടാണ് ഈ കുട്ടിയുടെ കല്യാണം നടത്തിയത്. അപ്പോൾ അതിനൊക്കെ ബാധ്യത എല്ലാം കൂടെ ഇപ്പോൾ നല്ല ബാധ്യത. അതുകൊണ്ട് സംഭവിക്കുന്ന ഇങ്ങനെ ജോലി ഞായറാഴ്ച പോലും വീട്ടിൽ നിൽക്കത്തില്ല. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് രാത്രി പറ്റുന്ന എന്തെങ്കിലും തൊഴിലുള്ള ചുമടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും പോവും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിന് ഈ ഒരു മാസത്തെ ഈ ചിലവ് ഒരു വിധം ഒന്നും കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം കാണുന്നത് ഈ പലിശക്കാരനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ളൊരു, ഇദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിൽ വെച്ച് കാണാൻ പറ്റാത്ത ഒരു രംഗം അദ്ദേഹം അവിടെ കണ്ടു. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെയാണ് ഇത് കൊള്ളിച്ചതെന്നുള്ള കാര്യം. ഇത് പറഞ്ഞു കേട്ടപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയ ഒരു ശങ്ക അത് കറക്റ്റായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇതാണെന്ന് എനിക്കറിയില്ല, എന്തോ ഇദ്ദേഹത്തിനുള്ള ഒരു മുട്ടം പണിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. പിന്നീട് ഇത് അങ്ങോട്ടങ്ങ് ആവേശത്തോടുകൂടി പറഞ്ഞു തുടങ്ങി. അത് കണ്ട് ഞാൻ തകർന്നു പോയി. അങ്ങനെ ഞാൻ വീണ് പിന്നെ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പോഴൊന്നല്ല, പിന്നീട് അതോടുകൂടി അദ്ദേഹം തകർന്നു. പിന്നീട് താമസിയാതെ അദ്ദേഹം മരണത്തിന്
മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ്. യവൻ, അതായത് ഈ ആത്മാവിരിക്കുന്ന ഈ ശരീരം, യവൻ്റെ പ്രധാന ജോലി ഇതാണ്. ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ആണുങ്ങളെ വീട്ടിലില്ലാത്ത സമയം എല്ലാ വീട്ടിലും പോയി എല്ലാ സ്ത്രീകളെയും ഇവൻ പറഞ്ഞു വിരട്ടി അവൻ്റെ ഇംഗിതത്തിന് അവൻ വഴക്കിയെടുത്തിട്ട് പൈസയും വാങ്ങിക്കും, ഈ സ്ത്രീകളെയും ഉപയോഗിക്കും. അതായത് ആ പലിശ കൊടുത്ത് തീരുന്നത് വരെ യവൻ ഈ വീടുമായിട്ട് രഹസ്യബന്ധം വയ്ക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇവൻ ഇതേ കണക്ക് പണവും വാങ്ങി അവിടുത്തെ സ്ത്രീകളെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ നിന്ന് 2 പേരെ വരെ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ. ഉള്ളതാ കള്ളം എനിക്കറിയില്ല, പക്ഷെ ആത്മാക്കളങ്ങനെ ഇമാതിരി കാര്യങ്ങൾക്ക് കള്ളം പറയാറില്ല. അവർക്ക് സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി കള്ളം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും കള്ളമായിട്ട് ഇന്നുവരെ നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. യവനോടുള്ള പക എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരം നശിച്ചു പോയെങ്കിലും യവനോടുള്ള പക എനിക്ക് തീർന്നിട്ടില്ല. ഇവൻ ഒരുപാട് കുടുംബങ്ങളെ ദ്രോഹിച്ചവനാണ്, ഒരുപാട് സ്ത്രീകളെ വഴിയാധാരമാക്കിയതാണ്, ഒരുപാട് ഇതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് ഭർത്താക്കന്മാരുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടവനാണ്. ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇവൻ്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് ഇവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഇവനോടൊപ്പം കൂടിയത്. ഇത്ര പറഞ്ഞു നിർത്തി. അടുത്തത് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. അടുത്തിരിക്കുന്ന ബന്ധുക്കളെ ആർക്കും ഒരു ശബ്ദവുമില്ല, ഒരു പൂർണ്ണ നിശബ്ദത. എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. എൻ്റെ കൂടെയുള്ള പോറ്റിമാരിയിരിക്കുന്നു, ഒന്നും ചെയ്യാൻ വയ്യ. ഇത് പറഞ്ഞിട്ട് ഈ പ്രേതവും കുനിഞ്ഞിരിക്കുകയാണ്. അയാളുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എനിക്ക് എല്ലാവരും അറിയില്ല, ഒരുപാട് ബന്ധുക്കൾ, അയാളുടെ ഭാര്യയുടെ അച്ഛനോ ആരൊക്കെ എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും അടുത്തുള്ള അയൽവക്കം ഒരു ജാതിക്കുള്ള ആളുണ്ടായിരുന്നു. എല്ലാവരും ഇത് കേട്ടു. ഞാൻ എന്തായാലും അദ്ദേഹത്തിന് ആ ആത്മാവിനെ ഒഴിവാക്കി. അതിനു മുമ്പ് ഞാൻ പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനോട് മാത്രം സംസാരിച്ചു. അതിൻ്റെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വശത്തേക്ക് കൊണ്ടുവന്നു. ആ പാവയിലേക്ക് അതിനെ കയറ്റി നേരെ അതുകൊണ്ട് എല്ലാം പിന്നെ വീട്ടുകാർക്കൊന്നും വലിയ സംസാരമില്ല. എല്ലാവരും ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തലയാട്ടും, ഇല്ലെങ്കിൽ ഓന്നൊക്കെ ഇങ്ങനെ ഒരക്ഷരമൊക്കെ പറയും. ഞങ്ങൾക്ക് ഫുഡെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങൾ അതൊന്നും കഴിക്കാൻ പോലും നിന്നില്ല. ഇത് കഴിഞ്ഞു, എല്ലാം വാരിക്കെട്ടി. ഞങ്ങളുടെ ബാലൻസുള്ള പൈസ അപ്പോഴത്തേക്ക് തന്നെ ആരോ ഒരാളെ കൊണ്ട് തന്നു. അതും വാങ്ങിച്ചിട്ട് യാത്ര പറഞ്ഞു. ഞങ്ങൾ നേരെ പോയി. പിന്നെ അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഞാൻ വെച്ചിട്ടില്ല. വെക്കാന്ന് വെച്ചാൽ അവരാരും പിന്നെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുമില്ല, ഞാനായിട്ട് അങ്ങോട്ട് അന്വേഷിച്ച് പോയിട്ടുമില്ല. എനിക്ക് ഏർപ്പാട് ചെയ്യുന്ന ആൾ പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും പോയി. കാരണം അവിടെ എന്തായിരിക്കും പിന്നീട് സംഭവിച്ചതെന്ന് എനിക്കും ഈ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാകാം, ചിലപ്പോൾ ഒന്നും ഉണ്ടായി കാണില്ലായിരിക്കും. എന്തായാലും അതറിയാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. ഞാനിത് പറഞ്ഞ കാര്യം, ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ഒരുപാട് പ്രേതങ്ങൾ ആയിരക്കണക്കിന് ഞാൻ പോയി ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഇതുപോലെ വ്യത്യസ്തമായതാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാര്യം നമ്മൾ എന്താണ് പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൊക്കെ എങ്ങനെ തുറിച്ച് വായെല്ലാം ഒരുമാതിരി ഈ കൊഞ്ഞനം കാണിക്കും പോലെ കാണിച്ച് ദംഷ്ടങ്ങളൊക്കെ ഇട്ട് വേണ്ട വിധത്തിൽ കയ്യിലെ നഖവും അതും ഇതൊക്കെ ആയിട്ടും പേടിപ്പിക്കുന്ന ഒരു രൂപം. ഇതാണല്ലോ നമ്മളുടെ എല്ലാ സങ്കല്പത്തിലെ പ്രേതം എന്ന് പറഞ്ഞാൽ. അതൊരു ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന വിക്രിയകളും അങ്ങനെയാണ്. കാര്യം എനിക്കും അറിയാം, ഞാൻ ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് വരെ അടികിട്ടാതെ രക്ഷപ്പെട്ടത് എൻ്റെ ഗുരുക്കന്മാരുടെ എൻ്റെ കുടുംബക്കാരുടെയും വിളിയുടെ ഇതുകൊണ്ട് വലിച്ചു കീറാതൊക്കെ എന്നെ പല സ്ഥലത്തുനിന്നും വിട്ടിട്ടുണ്ട്. അത്ര പ്രശ്നങ്ങളാണിത്. നമ്മുടെ തൊഴിലായതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മൾ ആക്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ മനുഷ്യനാണ്, പേടിയുള്ളത് തന്നെയാണ്. പെട്ടെന്നൊരു വിളിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിത്തരിച്ചു പോകും. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു ജോലി, ആ ജോലി കൈവിട്ട് പോയാൽ അല്ലെങ്കിൽ ജോലിയിൽ പഴിച്ചു വന്നാൽ ആദ്യം അതിന് പണി കിട്ടും നമുക്കായിരിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ പിടിച്ചു നിൽക്കും എന്നുള്ളതുള്ളൂ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രേതമല്ല. ഇതിങ്ങനെ വന്ന് അത് കാണിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് പേടിക്കാനായിട്ടൊന്നുമില്ല. പക്ഷേ പേടിക്കാനുണ്ടെങ്കിൽ നമുക്കൊന്ന് പേടിച്ച് പറച്ച് പനി പിടിച്ച് 2 ഗുളിക കഴിച്ച് തീർക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതല്ല. ആ കുടുംബത്തിൽ പിന്നെ എന്തായിരിക്കും ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ളൊരു മനക്കെട്ടി പോലും എനിക്കില്ലാതായിപ്പോയി. ഇങ്ങനെയും പ്രേതങ്ങളുണ്ട് എന്ന് ചിന്തിക്കാം. ഇപ്പോൾ വേറൊരു സന്തോഷ വാർത്ത തന്നെ പറയാനുള്ളത്, ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അത് പലരുടെയും
ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവും കൂടിയാണ്. ഈ പേടിക്കുന്ന പ്രേതകഥകളൊന്നും ഇല്ലേ നിങ്ങളുടെ അടുത്ത്? ഈ ഇതേ കണക്ക് ഉള്ള പാവപ്പെട്ട പ്രേതങ്ങളെ ഉള്ളതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കിടിലം പ്രേതങ്ങളുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ തന്നെ 2ആയി 4ആയി കയറി വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശക്തിയുള്ള എന്നെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒഴിഞ്ഞു പോയാൽ പോലും നമ്മൾ അത്ര കിടിലമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന പ്രേതങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ഈ ചാനൽ കൂടി ഞാൻ ഈ പ്രേതകഥകൾ പറയുന്നെങ്കിലും നിങ്ങൾക്ക് അത് പേടിക്കരുത്. അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മളിലേക്ക് വരുന്നു, വന്നാൽ എന്തൊക്കെ സൂക്ഷിക്കണം, എങ്ങനെ ഒഴിവാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു പേടിയുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പേടിപ്പിക്കാതെ ഉള്ള കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ കൂടിയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. പേടിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒരു ഷോർട്ട് ഫിലിമായിട്ട് എടുക്കാം. അതിൻ്റെ ഷൂട്ടിംഗ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അഭിനേതാക്കളെ കൊണ്ട് അവരെല്ലാവരും അത് നന്നായി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത് താമസിയാതെ ചിലപ്പോൾ 1 മാസം ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഞാനത് എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാനത് ഇടുന്നുണ്ട്, അവതരിപ്പിക്കും. നിങ്ങളെല്ലാവരും കാണണം. പേടിക്കണമെന്നുള്ളവർക്ക് അത് ഇരുന്ന് കണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വായ്ക്കുരുചിയെ നിങ്ങൾ പേടിച്ചുള്ളൂ. അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ചേർത്ത് തന്നെയാണ് ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വീണ്ടും വിളിക്കാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ, അതുപോലെ പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന് അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ നേരിട്ട് ഞാൻ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനെന്നല്ല, ആർക്കായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ വന്ന് നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ അത് ഞാൻ വന്ന് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത്. അതിൻ്റെ ഏത് ജില്ലയിലാണ്, മറ്റു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.